കണ്ടുവരാം. നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ചേരുകയാണ്. ER രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ് ഫ്രം വരിക്കാശ്ശേരി മന, ഒറ്റപ്പാലം മനീശ്ശേരി അല്ലെ? അപ്പോ ദേശീയ തലത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ നോർത്ത് ഈസ്റ്റിൽ നിന്ന് തന്നെയാണ്. നോർത്ത് ഈസ്റ്റ് വാർ ജയിച്ച BJPയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭകൾ അല്ലെങ്കിൽ BJPക്ക് പങ്കാളിത്തമുള്ള മന്ത്രിസഭകൾ അടുത്ത ആഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. 3 സത്യപ്രതിജ്ഞയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ദേശീയ തലത്തിലെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ, ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും? രാഗേഷ്. പ്രദീപ്, ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും 3 സംസ്ഥാനങ്ങളിലെയും സത്യപ്രതിജ്ഞാ തീയതികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ത്രിപുരയിൽ 8-ാം തീയതിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ അതിന് മുൻപാണ് മേഘാലയയിലും ഒപ്പം തന്നെ നാഗാലാൻഡിലും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. അതായത് 7-ാം തീയതി മേഘാലയയിലും നാഗാലാൻഡിലും സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് നാഗാലാൻഡ് മുഖ്യമന്ത്രിയായ നെഫ്യൂ റിയോ 7-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാവിലെയായിരിക്കും നാഗാലാൻഡിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. അവിടെ ഒരുപക്ഷെ മന്ത്രിസഭയിൽ BJPക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായിരിക്കും. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ BJPക്ക് ഇത്തവണ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും അവിടെ സർക്കാർ രൂപീകരണത്തിന് വലിയ പ്രയാസങ്ങളും നേരിടുന്നത് വലിയ മുന്നേറ്റം ഏതായാലും ഈ സഖ്യം BJP ഒപ്പം തന്നെ NDPP സഖ്യം നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും അതിനുശേഷമായിരിക്കും മേഘാലയയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മേഘാലയയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗാലാൻഡിൽ എത്തുകയും അതിനുശേഷം മേഘാലയയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. നിലവിൽ സർക്കാർ രൂപീകരിക്കാൻ കോൺട്രാക്ട് സംഘമയെ NPP നേതാവ് കോൺട്രാക്ട് സംഘമയെ ഗവർണർ ക്ഷണിച്ചിരുന്നു. പക്ഷേ അവിടെ ചില നീക്കങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഏതായാലും കോൺട്രാക്ട് സംഘമയും BJPയും അവിടെ അവകാശപ്പെടുന്നത് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ MLA-മാരുടെ പിന്തുണയുണ്ട് എന്നാണ്. കാരണം 60 അംഗ നിയമസഭയിൽ 31 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. NPP സഖ്യത്തിന് 26 സീറ്റുകളാണ് NPP വിജയിച്ചത്. ഒപ്പം തന്നെ 2 അംഗങ്ങൾ BJPക്കുണ്ട്. കോൺട്രാക്ട് സംഘമ അവകാശപ്പെടുന്നത് HSPDP എന്ന പാർട്ടിയുടെ 2 MLA-മാരുടെയും ഒപ്പം തന്നെ സ്വതന്ത്രരുടെയും പിന്തുണയുണ്ട്. ഇങ്ങനെ 32 പേരുടെ പിന്തുണയുണ്ട് എന്നാണ് കോൺട്രാക്ട് സംഘമയുടെ അവകാശവാദം. പക്ഷേ ഇതിനിടയിൽ ചില നീക്കങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അവിടെ നടക്കുകയും ചെയ്തു. അതായത് HSPDPയുടെ നേതാവ് വ്യക്തമാക്കിയത് പാർട്ടിയുടെ അനുമതിയോട് കൂടിയല്ല ഈ 2 MLA-മാരും ഇത്തരത്തിൽ NPP സർക്കാരിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചെന്ന രംഗത്ത് വന്നിരുന്നു. ഒപ്പം തന്നെ ഭൂരിപക്ഷം NPP സഖ്യത്തിനില്ല, ജനവിധി NPP സഖ്യത്തിന് എതിരായിരുന്നെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മറ്റു പ്രതിപക്ഷ നേതാക്കളും രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ച് തൃണമൂൽ നേതാവ് മുകുൾ സംഗ്മ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. UDP നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. അങ്ങനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് കൊണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം അവരുടെ ഭാഗത്തുനിന്ന് നടക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഗവർണർ ഇത്തരത്തിൽ സർക്കാരിനെ രൂപീകരിക്കാൻ കോൺട്രാക്ട് സമയം ക്ഷണിച്ച സാഹചര്യത്തിൽ ഇനി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒരു പരീക്ഷണം മേഘാലയയിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും കോൺട്രാക്ട് സംഘമയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളി ഭൂരിപക്ഷം തെളിയിക്കുക എന്ന് തന്നെയായിരിക്കും. 31 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സർക്കാർ വലിയ പ്രതിസന്ധിയിലാകും. പ്രതിപക്ഷ കക്ഷികൾ അവകാശപ്പെടുന്നത് അവർക്ക് ഇതിനോടകം തന്നെ 29 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നാണ്. അങ്ങനെ വരുമ്പോൾ സ്വതന്ത്രർ എന്ത് നിലപാടെടുക്കുന്നതായിരിക്കും നിർണായകമാകുക. ഒപ്പം തന്നെ ഈ ചെറു പാർട്ടികളെ കൂടെ നിർത്തി ഭൂരിപക്ഷം തെളിയിക്കാനുള്ള നീക്കം ഏതായാലും കോൺട്രാക്ട് സംഘമയുടെയും ഒപ്പം തന്നെ BJPയുടെയും ഭാഗത്തുനിന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ത്രിപുരയാണ്. ത്രിപുരയിൽ BJPക്ക് വെല്ലുവിളികൾ ഒന്നും തന്നെയില്ല. അവിടെ കേവല ഭൂരിപക്ഷം BJP നേടുകയും ചെയ്തിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് ഏതായാലും BJP കേന്ദ്ര നേതൃത്വം എത്തിച്ചേർന്നിട്ടില്ല. നിലവിൽ മണിക് സാഹിയാണ് അവിടെ മുഖ്യമന്ത്രി. പക്ഷേ മറ്റൊരു പേര് കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ മുതൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതൊന്ന് പ്രതിഭ ഭൗമിക്കാണ്. പ്രതിഭ ഭൗമിക്ക് കേന്ദ്രമന്ത്രിയാണ്. മാത്രവുമല്ല CPM-ന്റെ തട്ടകമായ ധൻപൂരിനെ 5 തവണ തുടർച്ചയായി പ്രതിനിധീകരിച്ചിരുന്നത് മണിക് സർക്കാരായിരുന്നു. അവിടെ നിന്നാണ് മിന്നുന്ന വിജയം നേടിക്കൊണ്ടാണ് പ്രതിമ ഭൗമിക് ഇത്തവണ നിയമസഭയിൽ എത്തിയത്. അപ്പോൾ പ്രതിമ ഭൗമിക്കിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പാർട്ടിയിലെ ഒരു ബഹുഭൂരിപക്ഷ MLA-മാരും പ്രതിമ ഭൗമിക്കിന് ഒപ്പം നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതുമുഖ MLA-മാരാണ് ഈ സമാനമായ ആവശ്യം ഉന്നയിക്കുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് പ്രതിമ ഭൗമിക്കായിരിക്കില്ല, മറിച്ച് മണിക് സാഹയ്ക്ക് വീണ്ടും അവസരം നൽകാനുള്ള നീക്കം അത്തരമൊരു തീരുമാനത്തിലേക്കാണ് BJP ദേശീയ നേതൃത്വം പോകുന്നതെന്നാണ് ലഭ്യമാകുന്നത്. കാരണം ഒന്ന് മണിക് സാഹ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയിട്ട് ഏതാണ്ട് 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. മാത്രമല്ല അവിടെ കോൺഗ്രസും CPM ഒറ്റ കൈ കൊടുത്ത് മത്സരിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു.
ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം സർക്കാരിന് ചെറിയ തോതിലുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ട് അവിടെ ഒരു ഒറ്റകക്ഷിയായി മാറാൻ BJPക്ക് സഹായിച്ചു. അതുകൊണ്ട് തന്നെ മണിക് സാഹ തുടരട്ടെ എന്നൊരു തീരുമാനം ഏതായാലും ദേശീയ നേതൃത്വത്തിന് ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഒരു അന്തിമ പ്രഖ്യാപനം ഏതായാലും നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും മണിക് സാഹ തന്നെ മുഖ്യമന്ത്രിയായി തുടരുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 8-ാം തീയതിയാണ് ത്രിപുരയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഏതായാലും നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നത്.